Welcome back to another blog. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ലോഡ് നമ്മൾ കയറ്റാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലോഡ് എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ കാട്ടുതാങ്കൽ JRTV ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് പോകേണ്ടത് കുമ്മിടിപ്പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ലോഡൊക്കെ കയറ്റി ഇവിടെ നിന്ന് ഏകദേശം 51 കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താൻ. പോകുന്ന വഴിയിൽ നല്ല ട്രാഫിക്ക്, അങ്ങനെ നല്ല ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ ട്രാഫിക്കിൽ നിന്ന് നമ്മൾ പോരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ പോരൂർ MGR ഫ്ലൈ ഓവറാണത്. അപ്പോൾ ഇവിടെ മെട്രോൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടൊക്കെയുണ്ട്. അപ്പോൾ പോരൂരിൽ നിന്ന് വടപഴനി പോകുന്ന ലൈനാണിത്. അപ്പോൾ നമ്മളിത് മധുരവായൽ ബൈപ്പാസിൻ്റെ സൈഡിലെത്തി. ഇനിയിപ്പോൾ ഈ ബൈപ്പാസ് കയറിയിട്ട് നമുക്ക് ഒരു 13 കിലോമീറ്റർ ഈ ബൈപ്പാസിൽ പോയി അവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആന്ധ്ര ചെന്നൈ ബൈപ്പാസിലേക്ക് കയറണം. ആന്ധ്ര പോകുന്ന വഴിക്കാണ് നമ്മുടെ കുമ്മിടിപ്പൂണ്ടി ഉള്ളത്. അപ്പോൾ ഇത് മധുരവായൽ ഫ്ലൈ ഓവറാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അമ്പത്തൂരൊക്കെ അടുത്തു. ഇനിയിപ്പോൾ ടോൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സർവീസ് റോഡിൽ നിന്ന് നമ്മൾ ബൈപ്പാസിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ടോൾ വരുന്നുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, ചൂടൊക്കെ നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 18 കിലോമീറ്ററും കൂടിയുണ്ട് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പം നമ്മൾ നിയർ ബൈ ഒരു സ്ലോ മോഷൻ ക്ലിപ്പ് കാണാം, ഓവർടേക്കിംഗ്. അപ്പോൾ നമ്മൾ നിയർ ബൈ ഡ്രോപ്പ് ലൊക്കേഷൻ്റെ അടുത്തെത്തി. നല്ല രസമുണ്ട് എല്ലാ സ്ലോ മോഷനിൽ കാണാൻ. ഒരു സെറ്റും കൂടി കണ്ടാലോ, ഇതും നല്ല രസം. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷനിലെത്തി. ഇനി ഇറക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ലോഡൊക്കെ ഇറക്കി നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ലോഡ് എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മുടെ പെരിയപാളയം റൂട്ടിൽ നിന്ന് പോരൂരിലേക്കാണ് ലോഡ്. അപ്പോൾ ലോഡ് ഇപ്പോൾ കയറ്റി. ലോഡ് ഒരു 5 ബാഗ് റബ്ബറിൻ്റെ ഇത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കയറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 48 കിലോമീറ്റർ ഉണ്ട് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ട്, ഇത് പെരിയപാളയം റോഡാണ്, ഇവിടുന്ന് നേരെ പോയിട്ട് നമുക്ക് ബൈപ്പാസിൽ കയറണം. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്താൽ ചെന്നൈ, ലെഫ്റ്റ് പോയാൽ ആന്ധ്ര. നമ്മൾ ബൈപ്പാസിൽ കയറി. അപ്പോൾ ഈ വട്ടം ഞാൻ ടോൾ കൊടുക്കാതെ വേറൊരു വഴി കൂടിയാണ് പോണത്. അപ്പോൾ ടോളിന് മുമ്പായിട്ട് ഒരു ലെഫ്റ്റ് ഒന്ന് പോവും. ആ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടവഴിയിൽ കയറാം. ഈ ഇടവഴി കയറിയിട്ട് ബൈപ്പാസിൽ വന്ന് കയറും. വെറുതെ എന്തിനാ 70 രൂപ കൊടുക്കണം, ഒരു ഉപകാരമില്ലാണ്ട്. അപ്പോൾ നമ്മളിതേ ബൈപ്പാസിൽ വന്ന് കയറി. നമുക്ക് ഇനി ഇവിടെ നിന്ന് മധുരവായൽ ബൈപ്പാസിൽ കയറണം. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ. അപ്പോൾ ഇതേ നമ്മൾ മധുരവായൽ ബൈപ്പാസ് കയറിക്കൊണ്ടിരിക്കും. സോ മധുരവായൽ ബൈപ്പാസ് ഉള്ളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ താഴെ കാണുന്നത് മാതാവരം പോണ റോഡാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 13 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ടോളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 8 കിലോമീറ്റർ കൂടിയും. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട ലൊക്കേഷനിലേക്ക് അടുത്തെത്തി തുടങ്ങി. ഇനി ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് പോകണം നമുക്ക്. അപ്പോൾ ഈ ലെഫ്റ്റിലാണ്. അപ്പോൾ ഇറക്കിയിട്ട് നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ബുക്ക് ആയിട്ടുണ്ട് ഗൈസ്. അടുത്ത ലോഡ് വാണകരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് പോകേണ്ടത് പാരിവാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ലോഡ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളത് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇപ്പോൾ തിരുവരക്കാട് സ്ഥലത്ത് അവിടെ എത്തി.
നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്ത് എത്തി തുടങ്ങി. ഇപ്പോൾ ഇത് ഇറക്കിയിട്ട് നമുക്ക് വേറെ നോക്കാം. ഏതാണ്ട് സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ഓട്ടോ ഒന്നും സെറ്റായിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ഈ ടൈം ആയില്ലേ, സെറ്റാവാൻ വഴിയുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.